ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇന്ന് ഏട്ടത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് വന്നതാണ്. അപ്പം എന്താ ഒരു 5 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലൊരു തോടുണ്ട് കേട്ടോ. ഈ തോട് കണ്ടോ, തോടെന്ന് പറയുന്നത് അവിടുന്ന് ആ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ഒരുപാട് വെള്ളം വരും. അവിടെ ഒരു സൈഡ് കൂടെ, ആ മതിലിൻ്റെ സൈഡ് കൂടെ ഒരു ചാലാണ്. ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് വെള്ളം വറ്റിയതാട്ടോ. അല്ലെങ്കിൽ അവിടുന്ന് ഒരു കുളത്തിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇതിലങ്ങനെ വരും. നമ്മളിതിൽ ഉയരായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഈ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഈ സൈഡിൽ കൂടെയാണ് പോകും. അതിനെ അവർ കെട്ടിയിരിക്കുകയാണ് അവിടെ ചെറിയതായിട്ട് കേട്ടോ. ഇത് മേലെയാണ്, അവരുടെ വീടിൻ്റെ മേലെയാണ്, മേലത്തെ നിലയാണ്. പിന്നെ കുപ്പിച്ചിലുണ്ടാവും കൂടി അവിടെ പോ. ഞങ്ങളിനി ഉമ്മി വീട്ടിൽ പോകട്ടോ. ഞങ്ങളെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല, പോകാൻ നിൽക്കണുള്ളൂ. ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഇന്ന് അങ്ങോട്ട് പോകും. ഇന്ന് ഉമ്മാൻ്റെ അടുത്ത് പോകും. അവിടെ നിന്നിട്ട് നാളെ വൈകുന്നേരം നോമ്പ് തുറന്നിട്ട് ഇൻഷാ അള്ളാ അവിടെ പെരുന്നാൾ മണ്ണക്കനെ തിരിച്ചു പോകും കേട്ടോ. ഇവിടെ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഇത് മോൻ്റെ ഷൗലിൻ്റെ വണ്ടി കേട്ടോ. ഏട്ടത്തിൻ്റെ മോൻ്റെ വണ്ടിയാണ്. ഇങ്ങനെ ഇങ്ങനെ ഉണക്കാനൊക്കെ ഇട്ടുക്കണം, ഉണക്കാനൊക്കെ ഇട്ടിക്കണം. അത് പാപ്പ വണ്ടിയാണ്. പിന്നെ ഇതാ ലാമി ഇവിടെ കുറേ കുത്തി വരഞ്ഞിട്ട് കുറേ ഇലയൊക്കെ പറിച്ച് വൃത്തിയേടാക്കിയിട്ടിരിക്കണം കേട്ടോ. ഇതാണ് ഇവിടെ പണി. ഇവിടെ എവിടെ ഉണ്ടോ അവിടെ മൊത്തം അതുപോലെ സ്റ്റൂള് കൊണ്ടുവന്ന് വെച്ച് പരത്തണ പണിയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല വരൾച്ച കേട്ടോ ഇവിടെ. നമ്മൾ അവിടുത്തെ ഒന്നും പോലെയല്ല. അവിടെ ഇത്രയും ഇല്ല, പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. പക്ഷെ ഇവൾക്ക് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. കിണറും വെള്ളമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഇവിടെ ചില വീട്ടിൽ വെള്ളം ഉണ്ടാവില്ല, ചില വീട്ടിൽ വെള്ളം ഉണ്ടാവും. എന്താണ് അങ്ങനെയൊക്കെ കേട്ടോ. ഇത് ഇവിടെ ഇവിടെ പുറത്തേക്ക് അകത്ത് അടുപ്പില്ലാത്ത കാരണം പുറത്ത് തൽക്കാലം എപ്പോൾ നേരം അടുത്ത് കൂടിയിരുന്ന വീടാട്ടോ. അപ്പോൾ അടുക്കളയൊന്നും കെട്ടിയില്ല. അവിടെ ഒരു വർക്ക് ഏരിയ ഒക്കെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇറക്കിയിട്ടൊന്നുമില്ല. ഇവിടെ അങ്ങനെ ചോറ് ചായ അങ്ങനത്തെ ഒക്കെ വെക്കും കേട്ടോ. അപ്പോൾ ലാമി ഉള്ളതുകൊണ്ട് എന്തോ കഞ്ഞിയോ എന്തോ വെച്ച അടുപ്പത്തിട്ടിരിക്കുകയാണ് കേട്ടോ. മോനൂന് പനിയായ കാരണം മോനൂനും നല്ല പനിയാണ് മോനൂസിന്. അവനും ഇവൾക്കും നോമ്പില്ല, അതുകൊണ്ട് ഇതൊക്കെയാണ്. ഇവിടെ കിണറാണത്. കിണർ ഇവിടെ മൂടിയിട്ടിരിക്കുക, ഗ്രില്ലൊക്കെ ഇട്ടിരിക്കണം കേട്ടോ. പക്ഷെ മൂടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ്. പിന്നെ ഓരോ കുട്ടി തേങ്ങകളും തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞ് ആ പൈസ കൊടുത്ത് ഒരു എന്താ പറയുക പെട്ടെന്ന് എന്താ പറയുക തേങ്ങ ഉണ്ടാവണല്ലേ അതന്നെ. അങ്ങോട്ട് കമോൺ പറഞ്ഞോളൂ. ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഈ പരിസരത്ത്. കണ്ടോ? കാല് ചൂടാവണില്ലേ ചെരുപ്പിടാനിട്ട്? ചെരുപ്പിട്ടിട്ട് വാ. പിന്നെ അവളെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ. ഇതവളെ വീട്ടിലേക്ക് മാത്രമുള്ളതാണ്. പിന്നെ ആകളുടെ റീമാർക്ക് എന്താ വെച്ചാൽ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ കുറച്ചപ്പുറത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മെയിൻ റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുന്നാണേ. കണ്ടോ? ഒരു കുന്നാണ്. ഈ കുന്നട് കയറി കിട്ടണം. അത് മാത്രമാണ് ഇവിടെ ഈ കുന്നാണ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ ഓടി കയറണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആകെ 2 മിനിറ്റേ ഉള്ളൂ, എന്നാലും ഭയങ്കര ഒരു കുന്നാണ്. പിന്നെ ഇതിലാണ് നമ്മൾ തറവാട്ടിലേക്ക് പോകണ ഷോർട്ട് വഴി ആണ് കേട്ടോ. ഇതിലേക്ക് ചാടിക്കടന്നൊക്കെയാണ് അവൾ അങ്ങോട്ട് മെയിൻ റോഡിലേക്ക് വരിക. കണ്ടോ അതിൽ വണ്ടി പോകണതൊക്കെ കാണാം മെയിൻ റോഡിലേക്ക്. ഇവിടെയൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് 5 സെൻറ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ആളുകൾ മുറിച്ച് കൊടുത്തുള്ള ഇതൊരു അയൽവാസി വീടാണ്. ഞാൻ മഞ്ചേരി തറവാട് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ വീട് കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ ഏട്ടത്തിൻ്റെ വീട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായില്ല. മേൽക്കൊയ്യാണ്. പിന്നെ ഇതൊരു ചെടിയാണ്. ഇതെന്ത് ചെടിയാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് കുഴിച്ചിടുകയെന്നറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പൂക്കളുള്ള ചെടികളല്ലല്ലോ കൂടുതലും കുഴിച്ചിടുന്നത്. എൻ്റെ ചട്ടിയിലൊക്കെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ആയിരിക്കും. പക്ഷേ ഇനി അടുത്ത മഴക്കാലത്ത് കുഴിച്ചിടണം വിചാരിക്കേണ്ടിയായിരുന്നു. വന്നൊരു പൊട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴേക്കും ഉണങ്ങിപ്പോവും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടത്. കണ്ടോ? കണ്ടോ ഗൈസ്? കാണിച്ചു കൊടുക്ക്.
പറഞ്ഞു കൊടുത്താ ചെടിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്ക്. ആ നല്ല രസമുണ്ട് കാണാനെന്ന് പറഞ്ഞു. എന്റെ പുതിയ വീട്ടിൽ മക്കൾ വീട്ടിൽ ഒന്നും ഇങ്ങനത്തെ ശരിയല്ല. ഇവിടെ വന്നിട്ടാണ് നല്ല കണ്ടത്. നാളെ ഒന്നും ഇങ്ങനത്തെ വന്നപ്പോ കണ്ടില്ല. ഇപ്പോഴാണ് ഇത് കണ്ടപ്പോ നാളെ വന്നപ്പോൾ ഇത് കണ്ടിരുന്നില്ല, ഇപ്പോഴാണ് ഇത് കണ്ടത് എന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് നാളെ ഞങ്ങൾ വന്നപ്പോൾ ഈ ചെടികളൊന്നും കണ്ടിരുന്നില്ല, ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ കണ്ടു അല്ലേ. വേറെ ചെടി ഉണ്ട് കേട്ടോ. ഇത് ഈ പറമ്പിൽ ഇവർ കോഴികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ കോഴികൾ കയറിയിട്ടൊക്കെ ഇങ്ങനെ എന്തൊരു മറ അവരെ ഇട്ട് കൊടുത്താട്ടോ അവർക്ക്. മതിലൊന്നും കിട്ടിയിട്ടില്ല. അത് മുല്ലപ്പൂ കണ്ടോ ഗൈസ്. അത് കലിപ്പിലാണ് അത്ര, കറിവേപ്പില. കറിവേപ്പില എന്താണ് കലപ്പിലേ, ഇത് കലപ്പിലാണ് അത്രേ. മുള്ളുണ്ടാവും ബേബിയെ. ഇത് റോസ് പൂവാണ് ബേബിയെ, റോസിൻ്റെ ചെടി. ആ അതൊക്കെ തന്നെയാണ്. ഇവിടെ കോഴികൾ വളർത്തുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 4:30-5 മണിയൊക്കെ ആവാറായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുളിയും നനയും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, ഇടത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക്, ഉമ്മ താമസിക്കുന്നിടക്ക്. അപ്പോൾ മോനുവിൻ്റെ വണ്ടിമേലാണ് കേട്ടോ പോണത്. ഷാക്കുട്ടനും മിത്തൂസും ആദ്യം പോയി. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഭാഗമൊക്കെ. ഇവിടുത്തെ ഭംഗിയൊക്കെ കാണിച്ചുകൊണ്ട് ഞാനിതിൻ്റെ മുന്നേ വീഡിയോസും റീൽസൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പോയി കാണാൻ മറക്കരുതേ. അപ്പോൾ നമ്മളെ വീട്ടിലെത്തിട്ടോ. ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്ന് ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലായിരുന്നു. ഇന്ന് വന്നപ്പോൾ ഇവിടെയാണ്, നമ്മളെ വീട്ടിലെത്തി. ഇന്ന് നോമ്പ് തുറക്കണം ഇവിടെ കേട്ടോ. നാളെ നോമ്പ് തുറന്നിട്ട് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പോകും കേട്ടോ. ഇതെന്താണെന്ന് വിചാരിച്ചത് കിണറൊന്നുമല്ല കേട്ടോ. ഇവിടെ മണൽ, ഇതുപോലുള്ള മണലോ എന്താ അതിന് പറയാം, അത് കൂട്ടിയിട്ടിരിക്കുക കേട്ടോ. മഴ ഉള്ളാതിരിക്കാനും ഒഴുകി പോകാതിരിക്കാനും ഉമ്മാൻ്റെ ഒരു ട്രിക്കാണിത്, ഭ്രാന്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.